ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സൂര്യ ഡോക്ടറെ വിളിച്ച് വരുത്തിയിട്ട് തനിക്ക് ഇവിടെയുള്ള കിടപ്പ് മടുത്തു എന്നുള്ള കാര്യം പറയാം. അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യും, ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാനുള്ള അനുവാദം തരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഡോക്ടറെ എന്നെ ഡിസ്ചാർജ് ചെയ്യണം, ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാമെന്നുള്ള കാര്യം പറഞ്ഞു സൂര്യ. അപ്പോൾ എന്ത് മണ്ടത്തര സാറി പറയുന്നതെന്ന് ചോദിച്ചു. ഈ സമയത്ത് എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്നാ? നോ, അതെനിക്ക് സാധിക്കുന്ന കാര്യമല്ല എന്നും ഡോക്ടർ പറയുക കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സൂര്യയ്ക്ക് വിഷമമായി. സാറ് നിരാശ കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും സാർ ആദ്യം വേണ്ടത് ഈ നിരാശയൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുകയാണെന്നും ട്രീറ്റ്മെൻറ്റിന് നല്ല പുരോഗതി ഉണ്ടെന്നുള്ള കാര്യവും ശരീരം മരുന്നിനോട് പ്രതികരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും ഇങ്ങനൊരു സന്ദർഭത്തിലേ ഡിസ്ചാർജിനെ പറ്റി സാർ ചിന്തിക്കാനേ പാടുള്ളതല്ലെന്ന കാര്യവും ഡോക്ടർ പറയുക. ഒരു പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാനും ചില മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. സാറിന് ഇവിടെ പിടിച്ചു കിടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാനിതൊക്കെ പറയുന്നത്. സാറിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോഴേ സാർ ഇങ്ങനെ അങ്ങോട്ടായി പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ഞാനിനി ഈ കിടപ്പ് തുടർന്നിട്ട് യാതൊരു കാര്യമില്ലെന്നും പിന്നെ മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളും സൂര്യ ഇങ്ങനെ പറയുക കേട്ടോ. അതാണ് ഞാൻ ഡോക്ടറോട് പറയാനുള്ള കാരണമെന്നും പറഞ്ഞു. അപ്പം നോ, അത് നടക്കുന്ന കാര്യമല്ല എന്ന് ഡോക്ടർ തറപ്പിച്ച് പറഞ്ഞു. അതിൽ പിടിവാശിയൊന്നും സാർ കാണിക്കരുതെന്നും പറഞ്ഞു. അപ്പം എനിക്കറിയാം ഡോക്ടർ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. ഇനിയുള്ള കുറച്ച് കാലം എനിക്ക് എൻ്റെ വീട്ടിൽ കഴിഞ്ഞു കൂടണമെന്ന കാര്യമൊക്കെ സൂര്യ ഇങ്ങനെ ഡോക്ടറോട് പറയാം. ഡോക്ടർ നാളെ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് ഇവിടെ വിട്ട് പോയേ പറ്റുമെന്ന് ഡോക്ടറോട് തറപ്പിച്ചു പറയുവാണ്. അങ്ങനെ ഡോക്ടറുടെ മുന്നിൽ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സൂര്യ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഡോക്ടർ സക്രി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ക്യാബിനിലുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരാൻ പറയാൻ പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി. അപ്പോൾ ഡോക്ടറും കടുത്ത തീരുമാനം എടുക്കാൻ തന്നെയുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അവരങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഡോക്ടർ ചെല്ലുന്നത് നമ്മുടെ അഭിയുടെയും ജാനകിയുടെ അടുത്തേക്കാണ്. അപ്പോൾ അച്ഛൻ ഡിസ്ചാർജ് വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടർ വന്ന് ഇവരോട് ചോദിക്കുക. അപ്പോൾ ഡിസ്ചാർജോ? ഞങ്ങളൊന്നും അറിഞ്ഞതല്ലല്ലോ മാഡം, എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അച്ഛൻ അങ്ങനെ മാഡത്തിനോട് ആവശ്യപ്പെട്ടോ? അപ്പോൾ സൂര്യ സാറ് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോകാൻ തയ്യാറെടുത്ത് കിടക്കുകയാണെന്ന കാര്യം ഡോക്ടർ ഇവരോട് പറയാം. അപ്പോഴാണ് ഇവർ ഈ വിവരം അറിയുന്നത്. അപ്പം ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ അദ്ദേഹം തയ്യാറാകുന്നതേ ഇല്ല എന്നുള്ള കാര്യവും ഡോക്ടർ അഭിയോടും ജാനകിയോടും പറഞ്ഞു. സത്യത്തിൽ എനിക്കിതൊരു വല്ലാത്ത ഷോക്ക് തന്നെയാണെന്ന് പറയുന്നത് കേട്ടപ്പം ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാൻ പോലും ആവാതെ അച്ഛനിങ്ങനെ കിടക്കുകയല്ലേ, അതിൻ്റെ മടുപ്പ് കൊണ്ട് ചിലപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞതായിരിക്കും എന്നുള്ള കാര്യം പറയുവാണ്. മേഡം അത് കാര്യമാക്കണ്ടെന്ന്. അപ്പോൾ സംസാരം തുടങ്ങിയപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. പക്ഷേ ഇതങ്ങനെയല്ല, അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് തന്നെയാണെന്ന കാര്യവും ഡോക്ടർ ഇവരോട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ 3 മാസം ഹോസ്പിറ്റലിൽ കഴിയാതെ പോകാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും 3 മാസം ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയാതെ ഇവിടുന്ന് പറ്റില്ല. എങ്കിൽ മാത്രമേ സാറിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ചെങ്കിലും പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യവും അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാനാവില്ല എന്നുള്ള കാര്യവും ഡോക്ടർ പറയുക. അപ്പം അച്ഛനിപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ വരാൻ എന്തോ കാരണമുണ്ടല്ലോ, അല്ലാതെ ട്രീറ്റ്മെൻറ്റ് മടുത്തിട്ടൊന്നും അല്ലെന്നുള്ള കാര്യം ജാനകി അന്നേരം പറഞ്ഞു. അസുഖം ഭേദമാകാതെ വീട്ടിൽ പോയിട്ട് എന്താ കാര്യം? അത് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിരിക്കും എന്നുള്ള കാര്യം ഡോക്ടർ ഇവരോട് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കേട്ട് ഇവർ വല്ലാതായി നിൽക്കുക. ഇനിയിപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ സാറിന് എന്തെങ്കിലും പ്രശ്നമോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, ഞാൻ അങ്ങോട്ട് റെഫർ ചെയ്യുകയും ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് മാത്രമേ ഇവിടുന്ന് റെഫർ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യവും ട്രീറ്റ്മെൻറ്റ് സമ്മറിയും തരാമെന്നും ഡോക്ടർ പറയുക. അപ്പോൾ മേഡം ഞങ്ങളങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് അഭി പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് പോവേണ്ടത് വീട്ടിലേക്കാണെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് 100% മനസ്സിലായി. തുടർ ചികിത്സ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് അഭിറാമിൻ്റെ അച്ഛൻ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഘട്ടത്തിൽ പേഷ്യൻറ്റിനെ വീട്ടിൽ കൊണ്ടുപോകാനായി ഞങ്ങൾ ഡിസ്ചാർജ് അനുവദിച്ച് തരില്ല എന്നും അഭിറാം അച്ഛനോട് സംസാരിച്ച് തീരുമാനം മാറ്റിയെടുക്കാൻ നോക്കാൻ പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് അഭിയും ജാനകിയും കൂടെ അവിടെ നിന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാം. അച്ഛൻ ഈ ഒരു ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണല്ലോ എന്ന് ജാനകി പറയുമ്പം അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന് അഭി പറഞ്ഞു. പിന്നെ അഭിയേട്ടൻ എന്താ ചെയ്യാൻ പോണേ? എഴുതി ഒപ്പിട്ട് കൊടുത്ത് അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാനാണോ എന്ന് ജാനകി ചോദിക്കുക. അച്ഛൻ അഭിയേട്ടൻ മാത്രമല്ല മക്കളായിട്ടുള്ളത്, അത് ഓർക്കണം. ഇപ്പം തിരിഞ്ഞു നോക്കാത്തവർ പോലും അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച അഭിയേട്ടൻ്റെ നേരെ വിരൽ ചൂണ്ടുമെന്നും ജാനകി പറയുക. അതിനെപ്പറ്റിയൊക്കെ മറ്റാരെക്കാളിൽ നിന്ന് എനിക്കറിയാം ജാനകി. മേഡം ഇത്രയും രൂക്ഷമായിട്ട് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ സംസാരം അത്രയും ഷാർപ്പായിരുന്നിരിക്കണം, അതിന് യാതൊരു സംശയം വേണ്ട എന്ന് അഭി പറയുവാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ തീരുമാനം അത് ആർക്കും മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല.
അപ്പം ഞാൻ ഇപ്പോഴും സംശയിക്കുന്നത് അച്ഛൻ മനസ്സിൽ എന്തോ കുറിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെ അഭിയേട്ടാ. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊന്നും പറയില്ല. വീട്ടിൽ ചെന്ന് മരണം കാത്ത് കിടക്കുകയല്ല അച്ഛൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. ഇനി എന്ത് പരിഹാരം കാണുമെന്നാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് നേരത്തേക്ക് അഭി ജാനകിയോട് പറയാം. എന്തായാലും അച്ഛൻ്റെ ഈ തീരുമാനത്തെപ്പറ്റി എല്ലാവരെയും വിവരം അറിയിക്കുന്നത് തന്നെയാണ് നല്ലത്. അവരും അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞു ജാനകി. അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആരെന്ത് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടെന്ന് അഭി ജാനകിയോട് പറയുക കേട്ടോ. എന്തായാലും അഭിയേട്ടൻ വാ, നമുക്ക് അച്ഛനോട് സംസാരിക്കാമെന്നും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി അച്ഛനോട് സംസാരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാത്രി നമ്മുടെ ലച്ചുവിനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് വിനായകനും അച്ഛനും കൂടെ അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്ന് ഇങ്ങനെ നിന്ന് അതൊന്നും പറയും കേട്ടോ. അപ്പോൾ ഇയാൾക്ക് പേടി ഇനി എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന്. അതായത് ലച്ചുവിൻ്റെ അച്ഛന് മിണ്ടാതിരിക്കടാ, ഒരു കാര്യത്തിന് എങ്ങാനും പുറപ്പെട്ടു കഴിഞ്ഞാൽ പുറകോട്ടുള്ള മനസ്സുണ്ടാകരുതെന്ന് പറഞ്ഞു. അവിടെ CCTV ഒക്കെയുള്ള വീടാന്ന് പറയുമ്പോൾ തന്നെ തമ്പിയെ വിളിക്കണോ, അയാൾ വേണ്ടതൊക്കെ ചെയ്തോളാന്നല്ലേ പറഞ്ഞത്. ഇനി അയാൾ വാക്കെങ്ങാനും മാറിയാലും വിനായകൻ കാര്യങ്ങൾ നടത്തിയിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ പറയുന്നു. അപ്പം തന്നെ ഇയാൾ ഫോൺ എടുത്ത് തമ്പിയെ വിളിച്ചു. ഞങ്ങൾ അളകാപുരി വീടിൻ്റെ പുറത്തുണ്ടെന്നും പറഞ്ഞ് തമ്പിയെ വിളിക്കുക. അപ്പോൾ ഇതൊരു നല്ല ചാൻസ് ആണെന്നും ഇപ്പോൾ വീട്ടിൽ പുരുഷന്മാരാരുമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ വിളിച്ച് മോളോട് പറയാം. പിന്നെ അവൾ വീടിൻ്റെ പുറകിലത്തെ കുറ്റി മാറ്റിയിട്ടിട്ട് പോയിക്കോളും. തന്നെയല്ല ലച്ചുവിൻ്റെ മുറിയും പറഞ്ഞു തരും. പിന്നെ മോൾ ഉറങ്ങുന്ന റൂമിൻ്റെ ഡീറ്റെയിൽ വരെ തമ്പി ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശരി സർ, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ മോളെ കിട്ടിയ ഉടനെ തന്നെ സ്ഥലം വിട്ടേക്കണമെന്ന കാര്യം പറയുവാണ് തമ്പി. അവിടെ കിടന്ന് ഷോ കാണിച്ചാൽ രണ്ടും പുറത്തു പോവില്ല എന്ന് ആ വിനായകനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല സാറേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ സാറിന് വാക്ക് തരുമോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇയാൾ. ഇവിടെ നിന്ന് ഞാൻ എല്ലാം അറിയുന്നുണ്ടാവും, പറഞ്ഞേക്കാം, എന്നാൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ തമ്പി ഇവരെ പറഞ്ഞ് കയറ്റി വിടുക. ലച്ചു കിടക്കുന്ന മുറിയെല്ലാം വിനായകന് പറഞ്ഞു കൊടുക്കുകയാണ് ഇയാൾ. എന്നിട്ട് മതിൽ ചാടിക്കിടന്ന് ഇവർ പുറത്ത് ചെല്ലും. അപ്പോഴത്തേക്ക് അച്ഛൻ്റെ കോള് വന്നു. മകള് ഫോൺ എടുത്തു. എന്നിട്ട് അടുക്കളവാതിൽ തുറന്നിടാൻ വേണ്ടി മകള് പതുക്കെ ആരും കാണാതെ പോകും. എന്നിട്ട് പതുക്കെ അടുക്കളവാതിൽ തുറന്നിട്ടങ്ങ് കൊടുത്തു. രണ്ടെണ്ണങ്ങളും കൂടി മുറിക്കകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, പിടിക്കപ്പെട്ട ഇതോടെ നമ്മുടെ കഥ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പറയും. അപ്പോൾ വിനായകൻ മിണ്ടരുത്, താൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് ഒന്നെങ്കിൽ നിൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോകും, നിൻ്റെ ഉള്ളിലിരിപ്പ് എനിക്കറിയാം. നിൻ്റെ മോളെ ഞാൻ കൈവയ്ക്കുമെന്നല്ലേ, ചിലപ്പോൾ അത് തന്നെ നടന്നേക്കൂടാ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇയാൾ എന്താ വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. എനിക്ക് അവളെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള വാശൊന്നും ഇപ്പില്ലടാ. ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ അത് തന്നെ ഞാൻ ചെയ്യുമെന്ന് ഇയാൾ പറയുവാണേ. അപ്പോൾ ദൊട്ടെണ്ണി വാങ്ങുമ്പോൾ ഓർക്കണമായിരുന്നു ഇത് കല്യാണമല്ല കച്ചവടമാണെന്നുള്ള കാര്യമെന്നും പറഞ്ഞ് വിനായകൻ പറയുമ്പോൾ വിനായകൻ പറഞ്ഞ വാക്കുകൾ നീ തെറ്റിക്കുകയാണെന്ന് പറഞ്ഞു രായപ്പൻ. അപ്പോൾ നീ എനിക്ക് തന്ന വാക്ക് എപ്പോഴാണ് പാലിച്ചിട്ടുള്ളത്? നിൻ്റെ മോള് കാരണേ എനിക്കുണ്ടായ അപമാനവും സാമ്പത്തിക നഷ്ടവും മറന്നേ ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ റാണിയാക്കുമെന്ന് നീ കരുതിയൊന്നും ചോദിച്ചുകൊണ്ട് വിനായകൻ പറയുക. ഇയാൾ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. പുറത്ത് കടത്താൻ കഴിഞ്ഞാൽ വിനായകൻ കൊണ്ടുപോയി വിൽക്കുവടാ അവിടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവൻ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ. നീ ഇവിടെ നിന്നാലും പോയാലും എനിക്കൊരു ചുക്കും ഇല്ലടാന്നും, അകത്തേക്ക് നീ വന്നാ നിന്നെ ഞാൻ തീർത്ത് കളയുമെന്നും ഇയാൾ പറയുവാണേ. അതൊക്കെ കേട്ട് വിനായക എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം അപ്പനാന്ന് വിചാരിക്കണം. അയാളിങ്ങനെ വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നിട്ട് ആരെല്ലാം വരുന്നുണ്ട്. 4 പാട് നോക്കിയിട്ട് എൻ്റെ ഈശ്വര ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് ഇയാൾ നിൽക്കുക. സ്വന്തം കുഞ്ഞിനെ കൊണ്ടേ കുരുതി കൊടുത്തിട്ടേ. മറ്റവളാണെന്നുണ്ടെങ്കിലും അടുക്കളക്കതും തുറന്നിട്ടിട്ട് ആരും കാണാതെ മുറിയിലേക്ക് വന്ന് വാതിലും അടച്ചു. ഇവൻ അന്നേരത്തേക്ക് മഗ്ഗയ്ക്കാപ്പൊക്കെ വെച്ച് മോന്ത മൂടിക്കൊണ്ട് ഇങ്ങനെ വരുക വന്നു. അപ്പം ഇവൻ വന്ന് നിൽക്കുന്നത് അകത്ത് നിന്ന് അപർണത്തമ്പുരാട്ടി കണ്ടു. അപർണത്തമ്പുരാട്ടി നോക്കുക ഇയാൾ എന്താ ചെയ്യണേന്ന്. ഇയാൾ എന്നിട്ട് 4 പാട് നോക്കുക മുറി ഏതാന്നൊക്കെ. എന്നിട്ട് തപ്പി തടഞ്ഞ് നേരെ ലച്ചുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ലച്ചുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ ലച്ചുവും കുഞ്ഞും കൂടെ കിടന്ന് ഉറങ്ങുന്നു. ഇവൻ പതുക്കെ ചെന്ന് ലച്ചുവിൻ്റെ പൊത്തിയിട്ട് കത്തി എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. ഇപ്പോൾ ലച്ചു വിടുന്ന് പറഞ്ഞപ്പോൾ നീ ഒച്ച വെച്ച് ആദ്യം ഞാൻ തീർക്കുന്നത് ഈ കിടക്കുന്ന കുഞ്ഞിനെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ലച്ചുവിനോട് പറഞ്ഞു. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോളാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നു പറഞ്ഞ് ലച്ചുവിനെ പിടിച്ചുകൊണ്ട് ഇവൻ പോവുക. അപ്പോൾ ലച്ചുവിനെയും കൊണ്ട് ഇയാൾ പോകുന്നത് അപർണ അവിടെ നിന്ന് നല്ല മാന്യമായി കണ്ടുകൊണ്ട് അപ്പോഴാണ് നമ്മുടെ പൊന്നു ശബ്ദം കേട്ട് എഴുന്നേക്കുന്നത്. പൊന്നുകുട്ടി ശബ്ദം കേട്ട് എഴുന്നേറ്റു. അപ്പോഴേക്ക് ലച്ചുവായിട്ട് ഇവൻ താഴെ ഇറങ്ങി. അപ്പോൾ ലച്ചു ചെറിയമ്മേ എന്ന് വിളിച്ച് കുഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ലച്ചു വരുന്നത് ലച്ചുവിനെയും കൊണ്ട് ഇവൻ പോകുന്നതെല്ലാം കണ്ട് അപർണ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് പൊന്നു എഴുന്നേറ്റ് വരുന്നത്. അപർണ തമ്പുരാട്ടി കാണുന്നത്. അപർണ എന്നിട്ട് വേഗം മുറിക്കകത്ത് കയറി വാതിലടച്ചു. അപ്പോൾ ലച്ചു ചെറിയമ്മേന്ന് വിളിച്ച് ഈ കുഞ്ഞ് അതിലെല്ലാം നടക്കുക. അപ്പോഴാണ് കുഞ്ഞ് താഴെ ഈ കാഴ്ച കാണുന്നത്. ലച്ചുവിനെ പിച്ചാത്തിയും കാണിച്ച് ഭയപ്പെടുത്തി ഇയാൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ പൊന്നു അന്നേരം തന്നെ എന്ത് ചെയ്തെന്നറിയോ, അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വേഴ്സ് എടുത്ത് ഒരൊറ്റ ഏറി ഇവൻ്റെ തലമണ്ടക്കെട്ട് തന്നെ. ഈ ഒരു കാഴ്ച അപർണ മുതലാളി അവിടെ നിന്ന് കാണുവാണ്.
അപ്പോഴത്തേക്കും ഇവൻ്റെ തലയ്ക്ക് ശരിക്കും പറ്റി. ഇവൻ അന്നേരത്തേക്കും തലയ്ക്ക് വേദന എടുത്ത് അവിടെ കിടന്നിങ്ങനെ പൊളയും. അപ്പോഴത്തേക്കും നമ്മുടെ ലച്ചു പെട്ടെന്ന് അവിടെ നിന്ന് ഓടുക കേട്ടോ. അപ്പോൾ ലച്ചു ചെറിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ലച്ചു ഓടിക്കയറി വരുന്നു. പെട്ടെന്ന് തന്നെ അപർണ മുറി കയറി വാതിലടച്ചു. അപ്പോഴേക്ക് ലച്ചു കുഞ്ഞുമായിട്ട് ഓടി മുറിയിലേക്ക് പോയി. ഇവൻ്റെ തലയിൽ നിന്ന് ചോര ഇങ്ങനെ വരാൻ തുടങ്ങി. അതുപോലെ തേറാണ് നമ്മുടെ കൊച്ചു ഇവനിട്ട് കൊടുത്തത്. അങ്ങനെ തലനാരിഴയ്ക്ക് ലച്ചുവിനെ നമ്മുടെ പൊന്നു തന്നെ രക്ഷപ്പെടുത്തി. അയ്യോ ചോരാന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ അങ്ങനെ കിടക്കുക അവിടെ. അപ്പോൾ അപർണ അങ്ങോട്ടേക്ക് വന്നു. അപർണ ഇത് കാണുക കേട്ടോ. അപർണ ഇത് കണ്ടിട്ട് അപർണയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പം അച്ഛനെ വിളിച്ച് പറ ജലിച്ചു ചെറിയമ്മയെ വിളിച്ചു പറ, അച്ഛൻ വന്ന് അയാളെ പിടിച്ച് പോലീസിന് കൊടുത്തോളൂ എന്നൊക്കെ പൊന്നു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അയാളുടെ തല പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നണേന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപർണ ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി വാതിലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അയാൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ലച്ചു പൊന്നുവിനോട് പറയാം. പൊന്നു ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിനെന്നൊക്കെ ലച്ചു പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പൊന്നുവിൻ്റെ ധൈര്യം എന്തായാലും ഞാൻ സമ്മതിച്ചു, തെറ്റാതെയില്ലേ നീ അറിഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ ലച്ചു ചെറിയമ്മേനെയും പൊന്നുവിനെയും പിടിച്ചോണ്ട് പോയ ആളാണോ അത് എന്ന് പൊന്നു ചോദിക്കുമ്പോൾ ആ ദുഷ്ടം തന്നെയാണ് അതൊന്നും, വിനായകനെന്ന് അവൻ്റെ പേരെന്നുള്ള കാര്യമൊക്കെ ലച്ചുവും പൊന്നും കൂടെ പറയുന്നത് ഈ അപർണ കേൾക്കുക. അപ്പോൾ ജാനകിയുടെ മോള് ചില്ലറക്കാരിയല്ലെന്ന് നേരത്തെ തന്നെ തെളിയിച്ചതല്ലേ, അയാളെ അവൾ എറിഞ്ഞ് വീഴ്ത്തിയിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അപർണ നിൽക്കുക കേട്ടോ. അയാൾ പോയിട്ടില്ല. ലച്ചു ചെറിയമ്മ ഫോൺ ഇങ്ങോട്ട് താ, പൊന്നു അച്ഛനെ വിളിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞപ്പം അച്ചാച്ചൻ്റെ അടുത്തുനിന്ന് അഭിയേട്ടും ജാനിയടുത്തേയും ഇങ്ങോട്ട് ഓടി വരില്ലേ എന്ന് ചോദിച്ചു. അന്നേരം ലച്ചു അവിടെ പിന്നെ ആരാ ഉള്ളതെന്നൊക്കെ ചോദിക്കുക. ആ സമയത്ത് ഇവള് സമാധാനം നോർത്തിങ്ങനെ നിന്ന് ചിരിക്കുക ഈ അപർണ. അപ്പം ഇവിടെയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഇവിടുന്ന് പൊയ്ക്കോളാനായിട്ട് പറയുമെന്നും എന്നെ പിന്നെ ഇവിടെ നിർത്തില്ല എന്നും നമ്മുടെ ലച്ചു പറയുവാണേ. മോളിത് ആരോടൊന്നും പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അഭിയേട്ടനും ജാനിയടുത്തിയ ഹോസ്പിറ്റലിലാണെന്നും ഇവിടെ തന്നെ ഇറക്കി വിട്ടാ എനിക്ക് പോകാൻ വേറെ ഒരിടവും ഇല്ല എന്നൊക്കെ നമ്മുടെ ലച്ചു പറയുന്ന കരയുക. ഞാൻ ആ ദുഷ്ടൻ്റെ കൈ തന്നെ ചെന്ന് പെടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുക. അപ്പോൾ അതൊക്കെ കേട്ട് പൊന്നുവിന് ഭയങ്കര സങ്കടമായി. അപ്പോൾ പിന്നീട് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനേ കഴിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ പൊന്നു ആരോടും പറയില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ. അപ്പോൾ ലച്ചു ചെറിയമ്മ പോയാലേ പിന്നെ പൊന്നുവിന് ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പൊന്നു കിടന്നോ മോള് സങ്കടപ്പെടണ്ട, എനിക്കിനി ഉറക്കമൊന്നും വരില്ല എന്ന് പറഞ്ഞു. അയാളിനി വരില്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വാതിൽ കുറ്റിയിട്ടല്ലോ, പേടിക്കാനൊന്നുമില്ല കേട്ടോ, മോള് കിടന്നോളാൻ പറഞ്ഞു ലച്ചു. അങ്ങനെ പൊന്നുവിനെ കയറ്റി കിടത്തി. ലച്ചു ഇങ്ങനെ വിഷമിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക, പേടിച്ച് വിറച്ച്. ഈ സമയം പിന്നെയും കാണിക്കുന്നത് അവിടെ സൂര്യയുടെ അടുത്ത് അഭിയും ജാനകിയും കൂടെ ചെന്ന് നിന്നിങ്ങനെ സംസാരിക്കുക. അപ്പോൾ അച്ഛൻ്റെ തീരുമാനത്തെപ്പറ്റി ഇവർ ചോദിച്ചു. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൽ അച്ഛന് വിശ്വാസക്കുറവുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന്, ചെന്നൈയിലോ ഡൽഹിയിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാമെന്നൊക്കെ അഭി പറഞ്ഞു. അപ്പോൾ മേഡം പറയുന്നതും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതല്ലാതെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അയക്കാൻ ഡോക്ടർ ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന് സൂര്യ തറപ്പിച്ചന്നേരം പറയുവാണ്. എന്തു ചെയ്യാം, വെട്ടി വീഴ്ത്തിയ പാഴ്മരം പോലെയായി ഞാനിപ്പോൾ. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ അനുകമ്പയ്ക്ക് വേണ്ടി കിട്ടുന്നത് വരെ നോക്കി നിൽക്കണമല്ലോ, എനിക്ക് എല്ലാവരോടും പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂര്യ ഇങ്ങനെ പറയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം, എൻ്റെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ, ഇനിയും പല തീരുമാനങ്ങളും എടുക്കാൻ എനിക്ക് കഴിയും, അത് നിങ്ങൾ രണ്ടുപേരും ഓർക്കണം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ അവരോട് പറഞ്ഞ് അവരെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.